തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിലും ഫലപ്രഖ്യാപന ദിനത്തിലും സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഉണ്ടാകില്ല. ഫലപ്രഖ്യാപന ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി ഡ്രൈ ഡേ ആയിരിക്കും. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ വായിച്ചത്. അനന്തൻ, സാധാരണയുള്ള നിയന്ത്രണം ആ നിലയിൽ തന്നെയല്ലേ? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള നിയന്ത്രണം തന്നെയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നതാണ്. പോളിംഗ് ദിനത്തിലും കൗണ്ടിംഗ് ദിനത്തിലും ഡ്രൈ ഡേ ആയിരിക്കുമെന്നുള്ളത്. ഇത് സംബന്ധിച്ചിപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മേഖലകളിൽ ഡിസംബർ 7 വൈകിട്ട് 6 മണി മുതൽ 9-ാം തീയതി പോളിംഗ് നടക്കുന്ന ദിവസം പോളിംഗ് കഴിയുന്നത് വരെ ഡ്രൈ ഡേ ആയിരിക്കും. പിന്നീട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 9-ാം തീയതി വൈകിട്ട് 6 മുതൽ പോളിംഗ് നടക്കുന്ന 11-ാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഡ്രൈ ഡേ ആയിരിക്കും. ഇതുകൂടാതെ 13-ാം തീയതി കൗണ്ടിംഗ് ഡേ, ഫലപ്രഖ്യാപനം വരുന്ന ദിവസം പൂർണ്ണമായും സംസ്ഥാന വ്യാപകമായി ഡ്രൈ ഡേ ആയിരിക്കും. അതിനൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ റീപോൾ നടക്കേണ്ടി വന്നാൽ റീപോൾ നടക്കുന്ന മേഖലയിലും ആ പോളിംഗ് ദിവസം ഡ്രൈ ഡേ ആയിരിക്കും എന്നും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട്. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഡ്രൈ ഡേ ആണ്. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളും മാത്രമല്ല ബാർ ഹോട്ടലുകളും എല്ലാം ക്ലബ്ബുകളും മദ്യം വിതരണം ചെയ്യാറുള്ള എല്ലാ സ്ഥാപനങ്ങളും അന്ന് പൂർണ്ണമായും അടച്ചിടണം എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്.